ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം മാരിറ്റൽ ഡിസ്ഹാർമണിയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഒരു മാരിറ്റൽ പ്രോബ്ലമുള്ള ലൈഫുകളെ ട്രബിൾ ഷൂട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ട്രബിൾ ഷൂട്ട് യുവർ മാരിറ്റൽ ലൈഫ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം ധാരാളം ഈ മാരിറ്റൽ ഇഷ്യൂസൊക്കെ കാണുമ്പോൾ തോന്നിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കില്ലർ ഓഫ് മാരിറ്റൽ ലൈഫ് എന്താണെന്ന് ചോദിച്ചാൽ ഡിസോണസ്റ്റിയാണ്. പല കപ്പിൾസിനിടയിലും അവർ ഓണസ്റ്റായിട്ട് കോൺവെർസേഷൻസ്, കമ്മ്യൂണിക്കേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാത്തത് തന്നെയാണ് ഏറ്റവും വലിയ കില്ലറായിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ മാരിറ്റൽ ലൈഫിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രീ റിക്വസ്റ്റാണ് ഓണസ്റ്റ് കമ്മ്യൂണിക്കേഷനും അതുവഴി ഇൻറ്റിമസിയും മെയിൻറ്റെയിൻ ചെയ്യുകയും ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതില്ലാതെ വരുമ്പോൾ പലപ്പോഴും ഇവർ തമ്മിലുള്ളൊരു ട്രസ്റ്റ് ഗ്രാജ്വലി കുറഞ്ഞു വരികയും പിന്നീട് ഇവർ തമ്മിലുള്ള അടുപ്പത്തിലും കാര്യമായ വീഴ്ച വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ മാരേജിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ തുടക്ക സമയത്ത് തന്നെ ഓണസ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ടുപേരും തീരുമാനമെടുക്കുന്നത്, അത് ലൈഫ് ടൈം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏറ്റവും വലിയ രീതിയിൽ മാരിറ്റൽ ലൈഫിന് ഹെൽപ്പ് ചെയ്യുമെന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. രണ്ടാമതായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന വളരെ പ്രധാനപ്പെട്ട മാരിറ്റൽ ലൈഫിനെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് പാരൻസിൻ്റെ ഇൻഫ്ലുവൻസ്. അത് ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ വൈഫിൻ്റെ ഫാമിലിയിൽ നിന്നാണെങ്കിലും പാരൻസ് ഈ മാരിറ്റൽ ലൈഫിലേക്ക് പല അഭിപ്രായങ്ങളും പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പലപ്പോഴും വരുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അപ്പോൾ അത് തീർച്ചയായിട്ടും മാരിറ്റൽ ലൈഫിനെ ഇല്ലാതാക്കുമെന്നുള്ളത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ മാരിറ്റൽ ലൈഫിലേക്ക് പോകുന്നത് നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് പൂർണ്ണ വളർച്ച എത്തിയ ആൾക്കാരാണ്, അഡൽട്ടായിട്ടുള്ള ആൾക്കാരാണ്, മെച്യൂരിറ്റി ആയിട്ടുള്ള ആൾക്കാരാണ്. അല്ലെങ്കിൽ അവർ സപ്പോസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈഫ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രായമായി എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മുടെ രാജ്യത്ത് വിവാഹങ്ങളൊക്കെ നടക്കുന്നത്. അവർ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ളൊരു ശേഷി എത്തിയതിന് ശേഷമാണ്. അപ്പോൾ പാരൻസ് എപ്പോഴും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അവരുടെ തീരുമാനങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഓരോ കാര്യങ്ങളിലും ഇടയ്ക്ക് പോകും, എവിടെ പോയി, എപ്പോൾ വന്നു, എന്ത് ചെയ്തു, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കുക. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നതിനും അതിൻ്റേതായിട്ട് ഫ്രീ ആയിട്ട് ചോയ്സുകൾ ചൂസ് ചെയ്ത് അതിൻ്റെ അഡ്വാൻറ്റേജും അതിൻ്റെ കോൺസിക്വൻസും അവർ ലൈഫിൽ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അവർക്ക് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവുന്നത് എപ്പോഴും ആ ഒരു സാഹചര്യത്തിലാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അല്ലാതെ ഒരു ബിഗ് ബ്രദർ അല്ലെങ്കിൽ മുകളിൽ നിന്ന് ഒരാൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് പോലെ ലൈഫ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കപ്പിൾസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ലൈഫ് ഉണ്ടാകില്ല എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കും. ഇപ്പോൾ ഒരു കപ്പിൾസ് മാരിറ്റൽ ലൈഫിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള വീഴ്ചകളും പല രീതിയിലുള്ള നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ അത് ഉണ്ടാവാതിരിക്കണമെന്ന് കരുതി പാരൻസ് അവയിൽ നിന്നൊക്കെ ഇവരെ ഉപദേശിക്കുകയും ഈ കാര്യങ്ങളിൽ പല കാര്യങ്ങളിലും അഡ്വൈസ് പറയാൻ വരികയും ചെയ്യുമ്പോൾ അവർക്ക് അതിനകത്തുള്ള ഒരു ഫ്രീഡമാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അവരെടുക്കുന്ന ചോയ്സ്, അതിൻ്റെ കോൺസിക്വൻസ് വരികയാണെങ്കിലും അവർ തന്നെ ഫേസ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യപ്പെടട്ടെ, അങ്ങനെയാണ് അവർ ലൈഫിനെ കുറിച്ച് പഠിക്കുന്നത് എന്ന് പാരൻസ് എപ്പോഴും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് ഈ ലോകത്ത് അവരുടേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാക്കാനായിട്ട് കഴിയുന്നതും അവരുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനായിട്ട് കഴിയുന്നതും അവരുടേതായിട്ടുള്ളൊരു ലൈഫ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാനും അത് എൻജോയ് ചെയ്യാനും അതിൽ മുന്നോട്ട് പോകാനും കഴിയുന്നതെന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. അല്ലാതെ ഒരു സേഫ് സോൺ, ഒരു കംഫർട്ട് സോൺ പാരൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്ത് ഈ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡും വൈഫും അല്ലെങ്കിൽ മക്കൾ ജീവിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും പ്രായോഗികമായിട്ട് നല്ലതുമല്ല, അവരെ ലോങ് ടൈം ഹെൽപ്പ് ചെയ്യുന്നതും അല്ല എന്നുള്ളത് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള വേറൊരു പ്രോബ്ലമാണ് ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ഹസ്ബൻഡിനെ മാറ്റി നിർത്തുന്ന ഒരു സമ്പ്രദായം. ഇപ്പോൾ നമുക്കറിയാം, പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ ഡെലിവറിക്ക് മുന്നേ വൈഫിനെ വിളിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ വൈഫിൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്നതായിട്ടാണ് നമ്മുടെ നാട്ടിലെ ഒരു നടപ്പ്. അപ്പോൾ ഈ അങ്ങോട്ടേക്ക് കൊണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ് 2-3 മാസം കഴിയുന്നത് വരെ ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് സ്റ്റേ ചെയ്യാനായിട്ട് അനുവദിക്കാറില്ല. അതൊരിക്കലും അവരുടെ ലൈഫിനെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
അവർ തമ്മിലുള്ളൊരു ഇൻറ്റിമസി കുറയുന്നതായിട്ടാണ് എനിക്ക് പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ പ്രഗ്നൻസി പീരീഡ് അല്ലെങ്കിൽ ഡെലിവറി ടൈം, ജസ്റ്റ് ഡെലിവറിക്ക് ശേഷമുള്ള ആ ഒരു സമയത്ത് ഈ വൈഫ് അല്ലെങ്കിൽ മദർ കടന്നു പോകുന്ന മാനസിക ശാരീരികമായ ബുദ്ധിമുട്ടുകളിൽ ഏറ്റവും അടുത്ത് സപ്പോർട്ട് ചെയ്യേണ്ടുന്ന ഒരു വ്യക്തിയാണ് ഹസ്ബൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നത് തീർച്ചയായിട്ടും ഇവർ തമ്മിലുള്ളൊരു ഇൻറ്റിമസിയെ സാരമായിട്ട് ബാധിക്കാൻ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരു കൾച്ചറൽ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്, ട്രഡീഷണലായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നൊരു പ്രോബ്ലമാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെയാണോ ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടോ, കുറേ കൂടി റാഷണലായിട്ട് നമ്മൾ കാര്യങ്ങളെ പ്രാക്ടിക്കലായിട്ട് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ടോ എന്ന് നമ്മുടെ സമൂഹം വിലയിരുത്തി കുറേ കൂടെ എഫക്റ്റീവായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. അതുപോലെ മാരിറ്റൽ ലൈഫിൽ ട്രബിൾസ് ഉണ്ടാക്കുന്ന വേറൊരു പ്രോബ്ലമാണ് പ്രയോറിറ്റി പ്രോബ്ലം. അതായത് മാരേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പൗസ് ആയിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി, ഹസ്ബൻഡിന് വൈഫും വൈഫിന് ഹസ്ബൻഡും. അതേസമയം കുട്ടി വരുന്നതോടുകൂടെ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് കുട്ടി വരുന്നതോടുകൂടെ ഇവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി കുട്ടിയിലേക്ക് മാറുകയാണ്. അതായത് സ്പൗസിന് കൊടുക്കേണ്ടുന്ന ഫസ്റ്റ് പ്രയോറിറ്റി എടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്ന സമയത്തും ഇവർ തമ്മിലുള്ളൊരു അകൽച്ച വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് ഒരിക്കലും അഡ്വൈസബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം എപ്പോഴും ഹസ്ബൻഡിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി വൈഫും വൈഫിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഹസ്ബൻഡും ആയിരിക്കണം. കുട്ടി വരും, വളർന്ന് വലുതായി വേറൊരു ഫാമിലിയായി പോവും എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ വച്ചുകൊണ്ട് തന്നെ കുട്ടികളെ എപ്പോഴും സെക്കൻഡ് പ്രയോറിറ്റിയിൽ മാത്രം കാണുവാനും സ്പൗസുകളുടെ ഇടയിൽ അല്ലെങ്കിൽ ഹസ്ബൻഡിനും വൈഫിനും ഇടയിൽ ഫസ്റ്റ് പ്രയോറിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. അത് അവരുടെ മാരിറ്റൽ ലൈഫ് ത്രൂ ഔട്ട് അവരുടെ ലൈഫിനെ ഹെൽപ്പ് ചെയ്യുകയും കുറേ കൂടെ സ്ട്രോങ് ആയിട്ട് നിലനിർത്തുകയും ചെയ്യും എന്നുള്ള വസ്തുത നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മാരിറ്റൽ ലൈഫിൻ്റെ വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, രണ്ടുപേരും ഇപ്പോൾ ഹസ്ബൻഡിനും വൈഫിനും പെർമനൻറ്റ് ഫുൾ ടൈം ജോലിയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കൊരു ഒരുമിച്ചിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു മാരിറ്റൽ ഫാമിലി ലൈഫ് എൻജോയ് ചെയ്യുന്നതിനോ കുറച്ച് സമയം ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതിന് പോലും ഓരോ ദിവസവും സമയം കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ്. നമുക്ക് എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു 1 to 3 അവർ ഒരു ഫാമിലി ടൈം കണ്ടെത്താൻ കഴിഞ്ഞാൽ മാത്രമേ മാരിറ്റൽ ലൈഫ് ഫുള്ളി ഫങ്ഷനിങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ എന്നുള്ള വസ്തുത എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുക. അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ലൈഫിലൊരു മീനിങ്ങും സിഗ്നിഫിക്കൻസും കണ്ടെത്തുന്നതിന് പകരം മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഈ മാരിറ്റൽ ലൈഫും ഫാമിലി ലൈഫും ഈവൻ ഒരു വീട് വയ്ക്കുന്ന കാര്യത്തിൽ പോലും ഒരു ഡിസിഷൻ എടുക്കുന്നത് സോഷ്യൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആ ഏരിയയിലുള്ളതിനേക്കാളും വലിയ വീട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുക. അല്ലാതെ ആ വീട്ടിൽ സമാധാനത്തോടെ ഇരിക്കണമെന്നുള്ള ഒരു താല്പര്യത്തിനേക്കാളുപരി വലിയ രീതിയിൽ ഇപ്പോൾ കാശുള്ളപ്പോൾ നമുക്ക് ആ രീതിയിൽ വയ്ക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ സോഷ്യൽ സ്റ്റാറ്റസ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് അനാവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ബേർഡൻസ് നമ്മൾ ഉണ്ടാക്കാതിരിക്കുന്നതാണ് എപ്പോഴും മാരിറ്റൽ ഫാമിലി ലൈഫിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും മാരിറ്റൽ ലൈഫിനെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ള വസ്തുത നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു മാരിറ്റൽ ലൈഫ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.